ഹായ്, ഇറ്റ്സ് മീ ഷൈലിയാസ് ഫ്രം ഗുഡ് ഡിസൈൻ. അപ്പോൾ ഡിസൈനർ വെയർ കാണിക്കാനാണ്. കുറച്ച് ദിവസമായിട്ട് ഡിസൈനർ വെയർസ് കാണിക്കുന്നില്ല അല്ലേ? അപ്പോൾ ഒരുപാട് പേര് ഡിസൈനർ വെയർസ് കാണിക്കുന്നില്ല, എന്ത് നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആക്ച്വലി ഈ 3 ഡ്രസ്സിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു നല്ല ഡിസൈനാണ്, എനിക്ക് കസ്റ്റമേഴ്സിനെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വാഷൊക്കെ ചെയ്തിട്ട് അവർ കൊണ്ടു തന്നിട്ടുള്ള പീസാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് കാണിക്കാം. അപ്പോൾ ഭയങ്കര നീറ്റായിരിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഫസ്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പോലെ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. പിന്നെ ഞാനിത് അയൺ ചെയ്യാൻ നിന്നിട്ടില്ല, അപ്പോൾ ഡയറക്റ്റ് ഞാൻ കാണിക്കുകയാണ്. ഫസ്റ്റ് ഒന്ന് വന്നത് നല്ല ഡീപ്പ് മെഹന്തി ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത്. അതിലേക്ക് ഫുള്ള് ഒരു ഷൈനിങ് വരുന്ന ബ്ലാക്ക് മെറ്റൽ ഷൈനിങ് വരുന്ന കട്ട് ബീഡും സീക്വൻസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സീക്വൻസ് ഞാൻ ബ്ലാക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദുപ്പട്ടയിൽ ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഗ്രീനും ബ്ലാക്കും കൂടെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് ഇതുപോലെ കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു വർക്കാണ് ലോവർ ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ബോഡി ഫുൾ ക്രിസ് ക്രോസ് കൊടുത്തിട്ട് സെൻറ്ററിലൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു സ്കേർട്ടാണ് ചെയ്തത്, ഡബിൾ ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ആക്ച്വലി മകൻ്റെ കല്യാണത്തിന് ഉമ്മ വെയർ ചെയ്തൊരു ഡ്രസ്സാണ്. അപ്പോൾ ആൾക്ക് എന്താ വെച്ചാൽ ഭയങ്കര ഗോൾഡൻ വർക്കുകൾ വേണ്ട, കുറച്ചിങ്ങനെ ഷൈനിങ് ആയിട്ട് കാണുമ്പോൾ കുറച്ചൊരു എലഗൻസ് ഫീൽ ചെയ്യണം, ഭയങ്കര ഓവർ വർക്ക്ഡ് ആയിട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടെത്തിയൊരു കളറാണ്, ഭയങ്കര ബ്രൈറ്റ്നസ് ഇല്ലാണ്ട്. അപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്ത ബീഡ്സുകളും അതേപോലെ ഒരു സട്ടിലായിട്ടുള്ളൊരു ഫീല് വരുന്നതാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, സെൻറ്ററിൽ മെഹന്തി ഗ്രീൻ വന്നിട്ട് രണ്ട് എൻഡിലേക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ ഇതിലേക്ക് സീക്വൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇതിൽ കളർ കസ്റ്റമൈസേഷനും നമുക്ക് റേഞ്ചിൽ വേരിയേഷനൊക്കെ വരുത്തി ചെയ്യാനായിട്ട് പറ്റും. ഇത് 10K എബോവ് വരുന്നതാണ് കേട്ടോ കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വണ്ണും ഇതുപോലെ എനിക്കൊരു ഫോട്ടോ, ഒരു റെഫറൻസ് സെൻഡ് ചെയ്ത് തന്നിട്ട് സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ക്രേപ്പ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്, ഡൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത്, ചോക്ലേറ്റ് അല്ല ക്യാമൽ ഷെയ്ഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നെക്കിൻ്റെ കട്ടിങ് ഒരു പ്രത്യേകത ഉണ്ട്. അതിലേക്ക് ഫുള്ള് സിൽവർ ഷെയ്ഡും അതുപോലെ തന്നെ ടോൺ ഷെയ്ഡിൽ വരുന്ന സീക്വൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വരുന്നൊരു കട്ടിങ് ആട്ടോ, കോർണർ പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ഫുൾ സ്ലീവ് ആണ്. അതുപോലെ തന്നെ സൈഡ് ഒരു ഓപ്പൺ വരുന്നുണ്ട്, ബോട്ടം വരുന്നുണ്ട്. ബോട്ടം ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല, പ്ലെയിൻ ബോട്ടം. അതിൽ വർക്ക് ഉണ്ട് എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ട വരുന്നത് വൺ സൈഡ് ബോർഡർ ആയിട്ടുള്ളതാണ്, സെയിം ടോണിൽ തന്നെ വൺ സൈഡ് ബോർഡർ ആയിട്ടുള്ള ദുപ്പട്ട. അപ്പോൾ ഇതിലും കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡിലും നിങ്ങളുടെ റേഞ്ചിലായിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഒരു 8K എബോവ് കോസ്റ്റ് വരും. അടുത്തതും ഒരു വെറൈറ്റി പാറ്റേൺ ആണ്. ഇത് രണ്ടും ഒരാളുടെ കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് പ്ലെയിൻ ഉപ്പട സിൽക്കിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഡീപ്പ് മെറൂൺ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. കുറച്ച് ഷോർട്ട് ലെങ്ത്തിലാണ് വരിക. അതിലേക്ക് ഒരു സിഗരറ്റ് ബോട്ടവും ചെയ്തിട്ടുണ്ട്, സെയിം ഒരു മെറൂൺ ഷെയ്ഡിൽ തന്നെ വരുന്നത്. അതും ഇതിലില്ല, ബോട്ടം ഞാൻ രണ്ടും വെച്ചിട്ടില്ല. ഇതിൻ്റെ മേലെ ഒരു ഓവർ കോട്ടാണ്, അത് ലിനൻ സാറ്റിൻ മെറ്റീരിയലിൽ സെയിം ടോണിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ കൊടുത്തിട്ട് ഫുള്ളി ഓപ്പണബിൾ ആണ് ഈ ഓവർ കോട്ട് വരുന്നത്. ഫുള്ളത് ഓപ്പൺ ചെയ്തിട്ട് സെപ്പറേറ്റ് വരുന്നതാണ്. അതിലേക്ക് ഇതാണ്ടാ ഇങ്ങനെ ബോർഡർ ലൈനിലായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഫുൾ കട്ട് ബീഡ് സീക്വൻസ് ഷുഗർ ബീഡ്സാണ് ചെയ്തിട്ടുള്ളത്. ഈ വർക്കൊക്കെ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇത്രയും തിക്കായിട്ടുള്ള വർക്കാണ്. ഓവർകോട്ട് മാത്രമാണ് ഇത്ര ഹെവി ആയിട്ട് വരുന്നത്, കാരണം ഓവർകോട്ടാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ വരുന്നത്. പിന്നെ ദുപ്പട്ട വരുന്നത് സെയിം ടോണിൽ തന്നെ വൺ സൈഡ് ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി സൈഡിൽ ചെറിയൊരു ഗോൾഡൻ ഒരു ലേസാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് വൺ സൈഡ് വർക്ക്. നമ്മുടെ സ്ലീവിലും ഈ ടോപ്പിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ കോട്ടിലൊക്കെ ചെയ്തിട്ടുള്ള സെയിം വർക്ക് തന്നെയാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പർ കളറാണ്. നിങ്ങൾക്ക് കളർ കസ്റ്റമൈസേഷനും അതുപോലെ തന്നെ പല ഡിസൈനിൽ ചെറിയ വേരിയേഷനൊക്കെ വരുത്തിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ തരാം. ബൈ.